ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മെർലിനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ഗെയിം കളിക്കാൻ പോവാണ്. ആൻഡ് അതിൻ്റെ പേരാണ് ആഫ്റ്റർ ത്രീ എ എം ആണെന്ന് തോന്നുന്നു. ആഫ്റ്റർ 3 AM. ഓക്കെ, അപ്പോൾ ഇതിൽ ഗെയിമിൽ മെയിനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ 3 AM മുമ്പ് നമ്മളൊരു സ്ഥലത്തിൽ സ്പോൺ ആവും. ആൻഡ് അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പ് ആവും. ഓക്കെ, നമുക്ക് സിംഗിൾ പ്ലെയർ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ those who are watching, make sure you like and subscribe and support my channel കേട്ടാ. So please sabarakai sarakap whatever. ഓക്കെ, ഇത് മ്യൂസിക് എന്തെന്ന് ഇങ്ങനെ ഓപ്പൺ വാർഡ്രോബ്, ക്ലോസ് വാർഡ്രോബ് ഇതെന്ന്. ഓക്കെ, നമ്മൾ ഗണ്ണ്. ഓക്കെ, റീലോഡ്. ശരി, ഓക്കെ, സെറ്റ്. നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഉള്ളത്. പിക്കപ്പ് ഫ്ലാഷ് ലൈറ്റ്. എടാ, പിക്കപ്പ് ഫ്ലാഷ് ലൈറ്റ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കാം കേട്ടോ. അതെന്നാ ബൈബിൾ. എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഈ വാർഡ്രോബിൽ ഹൈഡ് ചെയ്യണോ? ഓ, खत्म, बाय बाय, टाटा, गुड बाय, गया. ഗൈസ്, മൈ പേടിയാണ്. ഓടിക്കോ, വണ്ടി എടുത്തിട്ട് ഓടാ. പോവാ. ഗെറ്റ് ദ കാർ ഗോയിങ്, ഓപ്പൺ ദ ഡോർ, ഡ്രൈവ് കാർ, ഫൈൻഡ് കാർസ് എൻജിൻ ഇല്ല, കീ ഫോർ ദ വെയർ ഹൗസ്. ഇതൊക്കെ എന്തെന്നാ? എനിക്ക് ആ കൂടെ 2 ബുള്ളറ്റേ ഉള്ളു. എൻജിൻ വേണോ, താക്കോൽ വേണോ? ബിന്ദി റോഡ്, ക്യാമ്പ് സൈറ്റ്. ഇതെന്നാ? അങ്ങോട്ടേക്കാ. ക്യാമ്പ്, എൻജോയ് യുവർ സ്റ്റേ. ഓ, ഇതെന്തെന്നാ? ക്യാമ്പാ? ബ്രാസ് കീ, ഫ്യൂസ്. എന്താടേ? ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് സെറ്റിലാവാം. ഇൻസ്പെക്ട്. Day 6, change of plans. Hunting down the beast has not gone as well as I thought it would be. As time progresses through it seems to only get another. I have ran out of shells, and I'm quickly running out of options trying to kill this thing. For now, I'm temporarily camping out at this small country town called my group, as I did not equip to keep going. ഇതെന്ത്? ഫ്യൂസ്. അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾക്ക് സൈഡിലല്ല, ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഈ പ്രേതം എപ്പോഴാണ് വരുന്നത് എനിക്കൊരു പിടുത്തമില്ല. പെട്ടെന്ന് ഓടാം. നമുക്ക് ഈ സൈഡിലോട്ട് ഓടാം. ഓടിക്കോ. അയ്യോ, ഇവിടെ പോണോ? വേണോ? ചെയ്യണോ? Find the tool to remove barricaded doors in the tunnel. അപ്പം നമുക്ക് ബാരിക്കേഡ് മാറ്റാൻ എന്തോ ടൂൾ വേണം. ഫ്യൂസ് എന്തായാലും പറ്റില്ല. താക്കോൽ നമുക്ക് തിരിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് താക്കോലിനെ അത് തുറക്കാം കേട്ടാ. എന്താ? പോടാ. ബിന്ദി റോഡിൽ പോവാ.
മൈ വാഴ പോലത്തെ സാധനം ഓടി വരണേ. ബിന്ദിയറോടെ ഓയ് ബിന്ദിയറോടെ ദീന ഇൻട്രാക്ട്. ദിസ് കീ ഡസ് നോട്ട് ഫിറ്റ് ദിസ് ലോക്ക്. അപ്പം അതാ എടാ ഷോർട്ട് ഗണ്ണിൽ 0. പ്രേതമേ പ്രേതമേ ഓടി വരൂ. അത് വേറൊരു ഫ്യൂസ് കിട്ടി. ഇൻസ്പെക്ട്. ഇറ്റ് ഡസൻറ്റ് സീം ടു ഡൈ. ഇറ്റ് ടു ബി വൺ. ആള് ചാവുക. ഷാഡോ ഇറ്റ് ആൻഡ് ഡൗണ്. വാച്ച് യുവർ ബാഗ്. ഓക്കെ, ഈ ഫ്യൂസൊക്കെ എവിടെ വെക്കണ്ടെന്ന് പറയാം. ആ ഇതെന്താ വർക്കാവാത്തേ? വർക്കായാ? അപ്പോൾ 3 ഫ്യൂസ് ആണ് എന്ത്? വാഴ പോലത്തെ 2 മതിയായിരുന്നു ഗൈസ്. ഞാൻ 3 എടുക്കാൻ നോക്കി. ലെവർ ആ ക്രെയിൻ താഴ്ത്തോക്കാം. കാർ എൻജിൻ. ഇതെന്താ? ഓൾഡ് കീ. നമ്മുടെ ഇത് റീലോഡാക്കി ഓൾഡ് കീ എടുത്ത് ഫ്യൂലെടുത്ത് കണ്ടു. വാഴ. ഉഫ്, ഒരു ബുള്ളറ്റ് വെറുതെ ഞാൻ അടിച്ച് ഗൈസ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. അമ്മേ, എനിക്ക് വണ്ടി ഓടിക്കാറിഞ്ഞൂടേ. ഇതെങ്ങനെ വണ്ടി ഓടിക്കണേ? തിരി. ഓക്കെ ഓക്കെ. സ്റ്റോപ്പ്. താനാരാ? ഓ ഷിറ്റ് ഗൈസ്. പോണ്. അവനെൻ്റെ വണ്ടി പൊട്ടിക്കണേ. തോമായി. അത് ശരി. ഞാൻ എവിടെയാ? എൻ്റെ വണ്ടി പൊട്ടി. വാഴ പോലത്തെ സാധനം വന്നുണ്ട്. അണ്ണാ, ആരേലുണ്ടാ? ഇതെന്താ? ക്യാപ്പാ? ഇതെന്തെന്നാ ഇതൊക്കെ? സത്യം പറയല്ല, ബേസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. ബേസ്മെൻറ്റ് ഈസ് വെരി ബാഡ് ഫോർ ഹെൽത്ത് ഗൈസ്. ഓപ്പൺ മാഞ്ചസ്റ്റർ മോഡൽ. എനിക്കിത് വേണം.
ഓ നമ്മളെവിടെയാണ് നിനക്കറിഞ്ഞൂടെ? മിറർ ബേസ്മെൻ്റ് ഉണ്ടായിരുന്നു. ദൈവമേ, വണ്ടിയുടെ ഫ്യൂല്, റിപ്പയർ കിറ്റ്, പഠിച്ചോനെ കഥളി, അയ്യോ. ഇതൊക്കെ എന്തെന്നാടാ ബേസ്മെന്റിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ വെക്കോ? ഓടിക്കോ ഇവിടെ ഒന്നുമില്ല. ഞാൻ ഓർക്കെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. റിപ്പീറ്റുണ്ട് വന്നിട്ടാ നാട്ടുകാരി ഓടി വരൂ. ആരേലും ഉണ്ടോ? ജാർ ഹിറ്റ്സ് ഫിലിം FM എന്തെന്നൊക്കെ പറയുന്നത്. നല്ല ഇടിയും മിന്നലും വരുന്നുണ്ട്. നമ്മുടെ കാര്യം പോക്കണം. ഇത് റേഡിയോ സ്റ്റേഷൻ. This is Jar Hits FM radio reporting on the attacks of the Shadow Man. For those who are unaware, Shadow Man is a mysterious shadow-like figure who has been murdered at Rockelt, and we have been told that Shadow Man appears to currently roaming. എന്താണ് ശബ്ദം? അമ്മേ ആ പോടാ വാഴേ. അപ്പോൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹാസ് ഫുൾ പ്ലാൻസ് ഓൺ ഇവാക്വേഷൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വിച്ച് ഫുൾ എഫക്റ്റ് മൺഡേ എന്ന് കണ്ടിന്യൂഡ്. പേജ് 1. ഇതാണ് നമ്മുടെ ബാത്റൂം. ഒന്നുമേ മനസ്സിലാവണേ ഇല്ല. വാട്ട് ഈസ് ദിസ് സ്റ്റുപ്പിഡിറ്റി? പിന്നെ സത്യം പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ട ഇരുന്നിൻ്റെ അകത്ത്. നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് അന്ന് വിളിക്കുന്നത് മനസ്സിലാവില്ല. പ്രേതെടുത്തു അങ്ങനെടുത്തു അങ്ങനെ നമ്മളുണ്ടല്ല, നമ്മൾ ശരിക്കും വണ്ടി കൊണ്ടാണ് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടൊക്കെ വരേണ്ടത്. പക്ഷെ വണ്ടി ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ വണ്ടി അത് അവിടെ പൊട്ടിക്കിടക്കണം. മറ്റേ പ്രാന്തം കാരണം വാഴ വലിയ കണ്ടും കണ്ടുവരും. എനിക്ക് എങ്ങനെ പുള്ളും മരോ. ഓ ഗായ്സ്, നമ്മളെന്തോ വലിയ കാര്യത്തിന് പോവാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തോ സംഭവം. ലുക്കൗട്ട് കേബിൾ കാർ ടു മൗണ്ട് കൂരിയാ. ഓ കൊടുക്കോ എന്തെന്നാ ഈ ശബ്ദമൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. ആൻഡ് ഓരോ ശബ്ദവും എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇതാണ് ലുക്കൗട്ട്. ഇവിടെ പ്രേതം ഉണ്ടോ? ഇല്ലില്ല, ഇവിടെ പ്രേതം വരില്ല. വരൂ, നമുക്കിവിടെ മറ്റേ ആൾക്കാരെ വിളിക്കാം. ഫ്യൂവൽ 75 ക്ലോസ്. Okay, inspect. I was out on a walk at night until I started hearing strange noises. One of them sounded like wood creaking. I assumed it must have been the trees blowing by the wind. Wood creaking എന്ന് പറയുമ്പോൾ another noise sounded like radio white noise, although it was probably just a radio station at as I live far down from here. Some guy named John had offered me a job as a security guard at the local factory. Okay, I was about to offer it to somebody else too. Since it was not too far from home, I decided to accept it, and I will begin to work tomorrow. ഇത് എപ്പോഴൊക്കെയാണ്? 10. Okay. I just completed my 6th shift, although I thought I was alone until I did see someone. They looked like അങ്ങനെ ചത്ത്. പാസ്വേഡാ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണേ? ഇതെന്തെന്നായിരുന്നു? The combination for the fire has recently been changed. For some reason, I've written the code down on a piece of paper which you can find at a local Jar Hits FM radio station. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണം.
നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ ലുക്കൗട്ട് ടവറിലുള്ള ഓ ഷിറ്റ് നോ എമ്മോ ബട്ട് നമുക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്ന് ചാടിയാലോ. ഓടിക്കോ നാട്ടുകാരെ, ഓടിക്കോ കൂട്ടുകാരെ, ഓടിക്കോ എല്ലാവരും ഓടിക്കോ ഓടിക്കോ. അല്ല ഇത് നേരത്തെ അങ്ങ് പറയാമായിരുന്നെങ്കിലുണ്ടല്ലോ ഇത്രയും പാട് വരില്ല അല്ലേ. ഞാൻ ഇനി മലയുടെ കൂടെ ഇങ്ങനെ കറങ്ങി താഴെ എത്തി വരുമ്പോൾ ഞാൻ ചാവും ഉറപ്പാ. അങ്ങോട്ട് മറ്റേ വേറെ സ്ഥലം നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട. ആദ്യം നമുക്ക് ഈ ആക്സ് എടുക്കാം. കാരണം ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് മറ്റേ ഏറ്റവും താഴെയുള്ള ടണൽ ഓർമ്മയുണ്ടോ നിങ്ങൾ? അവിടെ എന്താ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ടണലിൻ്റെ അകത്ത് 2 ഡോർ. മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും നമ്മൾ പോകേണ്ടത്. മനസ്സിലായോ? നല്ല ലൗഡായിട്ടാണ് എനിക്ക് കേൾക്കണം. ഇതെന്തെന്ന്? ഇതാ സ്റ്റേഷൻ. ഓക്കെ യെസ്. ഇതിൽ ഏതോ പേപ്പറിലാണെന്നാ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇവിടെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്ര ഓടി വന്ന്? ഞാൻ ഈ ഡ്രോ നോക്കിയില്ലായിരുന്നു. അല്ലെങ്കിൽ ആ നമ്പർ ഞാൻ ഓർത്ത് വെച്ചേനെ. 0055 0055 0055 0055 0055 0055. നമ്മൾ ലുക്കൗട്ട് എത്തി, ഓൾമോസ്റ്റ് എത്തി. നമുക്കിനി അവിടുത്തെ ഉള്ള മറ്റേ ആക്സ് എടുത്തിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാം ഗൈസ്. സീറോ 5 ടണൽ റൂംസ്. ഞാൻ എന്തെന്നാ പറഞ്ഞേ? ഇതും വെച്ചിരുന്ന എനിക്കിത് മതി ധൈര്യത്തിന്. എനിക്കിത് മതി. ഇതും വെച്ചിട്ട് ഞാൻ എൻ്റെ തല വെട്ടും. മഴ പെയ്യണിപ്പോൾ. ഇതിൽ ഗ്രാഫിക്സ് തന്നെ നല്ല കുറവാണ്. ഞാൻ ഇതിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി കൂട്ടിയ തീർന്ന് മക്കൾ. കൊല്ലാൻ നോക്കണോടാ പട്ടി. ഇങ്ങോട്ട് വാ, എനിക്ക് ഏമൊന്നും വേണ്ട. ഓടി വാ. ഈ മഴ എന്തിനാ ഇപ്പം പറഞ്ഞേ? അല്ലേലു റിവർ എന്തിനാ ശബ്ദം? മ്യൂസിക് എന്തിനാ? വീട് നമ്മുടെ വണ്ടി. ഇതെങ്ങനെ റിപ്പയർ ആക്കാം? നമുക്ക് ആദ്യമേ ഞാൻ കണ്ടായിരുന്നു അവൻ്റെ കണ്ണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ടണലിലെത്തി. നമുക്കൊരു കാര്യം ചെയ്യാം. അതെന്താ? അത് ഇതിൻ്റെ മെക്കാനിക്കിൻ്റെ സൗണ്ടായിരുന്നു. നമുക്ക് ഈ ലാർജ് ഗിയർ എടുക്കാം. കേബിൾ കാർ. നമുക്ക് അങ്ങോട്ട് തിരിച്ച് ബാക്കി അങ്ങോട്ടൊക്കെ പോകണ്ടേ. നമുക്കിനി നമ്മുടെ വണ്ടി എടുത്താലോ? വണ്ടി is too damaged to start. What do you mean? I prepare it. പക്ഷെ അവൻ എഞ്ചിൻ വീണ്ടും, എനിക്ക് കാറ് വേണ്ട പോ. അവൻ വീണ്ടും എഞ്ചിൻ നശിപ്പിച്ച്. ഞാൻ നടന്നോളാം നോക്കോ. വീണ്ടും എൻ്റെ വണ്ടി നശിപ്പിച്ചു ഗൈസ്. വാഴ പോലത്തെ സാധനം.
ഞാനത് പ്രിപ്പയർ ആക്കില്ലേനോ, എല്ലാം റെഡി ആയിരുന്നു. ഈ മറ്റേ കേബിൾ കാറിലോട്ട് തന്നെ പോകട്ടോ. കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. നമുക്ക് ഇത് തന്നെ ആയിരിക്കും ഭേദം. കാരണം ഈ വണ്ടിയുടെ ഒക്കെ കാര്യം നോക്കിയിട്ട് എസ്കേപ്പ് ആവാണെങ്കിൽ വണ്ടി വേണം ആർക്കത് പുറകിലുണ്ടായിരുന്നു. താങ്ക് യു. അതെന്താ ട്രീ ഹൗസ് അല്ല, കേബിൾ കാർ. യെസ്, ലെറ്റ്സ് ഗോ. Yes, it begins to move slowly but surely, making your way across the mountains. Okay, success ആയില്ലേ? Okay, hopefully to get to a better and safer place. The cable car stops. എന്തിനി? I have it. Yes. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഈ ഗെയിം നല്ല രസമായിരുന്നു എനിക്ക്. പക്ഷേ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുമായിരിക്കും. പക്ഷേ നാശം പിടിച്ചവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടി ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കും. അവൻ എൻ്റെ ഡ്രൈവർ സീറ്റിലുള്ള ഡോറ് വരെ പൊളിച്ചെടുത്ത്. അങ്ങനത്തെ സാധനമാണ് സാധനം. ഓക്കെ, പക്ഷേ ഇതിൽ ടൈമർ അവർ ബിഫോർ 3 AM എന്നാണ് പറഞ്ഞത്. അതിൽ ടൈമറൊന്നും കാണിച്ചില്ല. ആൻഡ് നമ്മുടെ ലൈഫും പോയില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ അറ്റാക്ക് ചെയ്തെങ്കിലും നമ്മുടെ ലൈഫ് പോയില്ല. അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ ഈ ഗെയിം കറൻ്റ്ലി ഇസ് ഇൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സബ്ജക്റ്റ് ടു ചേഞ്ച്. ഇനി മാറ്റങ്ങൾ വരുത്തുമെന്ന്. അപ്പോൾ ഈ ഗെയിം നല്ല രസമാണ്, നല്ല ക്വാളിറ്റിയാണ്. സൗണ്ട് എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേക്ക് ഷുവർ യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് മൈ ചാനൽ. ആൻഡ് until the next video, stay tuned. Until the next video, bye.